ക്ഷേത്ര ശ്രീകോവിലിലെ ഓവിലൂടെ വരുന്ന ജലം കുടിക്കാമോ? ഉത്തരം ഇതാ. ക്ഷേത്ര ദർശനത്തിൻ്റെ മുഖ്യ ഭാഗമാണ് പ്രസാദം സ്വീകരിക്കൽ. പൂജാരിയിൽ നിന്നും തീർത്ഥം വാങ്ങിയ ശേഷമാണ് നാം പ്രസാദം സ്വീകരിക്കുക. അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവുചാലിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടും. ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും ശിരസ്സിൽ തളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവ് ഊർജവും ഇതിലൂടെ നഷ്ടപ്പെടുമെന്ന് ആചാര്യന്മാർ പറയുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിനും മറ്റുമായി ദിവസേന നിരവധി ആളുകൾ എത്താറുണ്ടല്ലോ. മഹാക്ഷേത്രങ്ങളിലാണെങ്കിൽ തിരക്കും കൂടും. ആ സമയത്ത് ദൈവപ്രതിഷ്ഠയ്ക്ക് തീർത്ഥം, ഇളനീർ, പാൽ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുണ്ട്. അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവുചാലിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടും. ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും ശിരസ്സിൽ തളിക്കുകയുമെല്ലാം ചെയ്യുന്നു. എന്നാൽ തീർത്തും തെറ്റായ ഒരു കാര്യമാണിത്. ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് കാരണമാകുകയാണ് ചെയ്യുക. ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവ് ഊർജവും ഇതിലൂടെ നഷ്ടമാകും. ക്ഷേത്രങ്ങളിൽ അഭിഷേക ജലം പുറത്തേക്ക് വരുന്ന ഓവുചാലിനടുത്ത് വാ തുറന്നു നിൽക്കുന്ന ഒരു രൂപം നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുംഭോദരധാരി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് അഭിഷേകം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്നാണ്. വിഗ്രഹത്തിലെത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും കഴുകിക്കളയുന്നത് അഭിഷേകത്തിലൂടെയാണ്. ഇത്തരത്തിൽ അഭിഷേകത്തിനു ശേഷം പുറത്തു വരുന്ന ജലം നമ്മൾ സ്പർശിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക.